നല്ല കയ്യടിയോടുകൂടെ പ്രിയപ്പെട്ട അമലിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് പിടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് അമൽ പോൾ, അത് മാമൂസ പേരാണ്. ഞാൻ സുരേന്ദ്രനായിരുന്നു. തിരൂര് എൻ്റെ പഴയ സ്ഥലം, ജനിച്ച് വളർന്ന നാടാണ്. ഇപ്പോൾ ഞാൻ കുന്നംകുളം അടുത്ത് ആറ്റുപുറം സെൻറ്റ് ആൻ്റണീസ് ഇടവകയാണ്. ഞാൻ തിരൂര് ജനിച്ച് വളർന്നതും ഒരു കൊല്ലമായിട്ടില്ല ഇപ്പോൾ കുന്നംകുളത്തേക്ക് പോയിട്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ ഇടപെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും ഞാനിങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി തീരുമെന്നുള്ളത് സങ്കല്പം എനിക്കുണ്ടായിരുന്നില്ല. അതുപോലെയൊക്കെ ആയിരുന്നു ഞാൻ ജീവിച്ചത്. തിരൂരാണെങ്കിൽ എൻ്റെ നാട്ടിൽ നിറച്ച് ക്രിസ്ത്യാനികൾ മാത്രമുള്ളിടത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ 24 വയസ്സുള്ളപ്പോഴാണ്, 1996 24 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആകാശത്തുനിന്ന് ഒരു അശരീരി ഉണ്ടായതാണ്, പശ്ചാത്തപിക്കുവിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇത് ഞാൻ യേശുവിനെ കേൾക്കുന്നത്. എന്നോടല്ലാണ്ട് ആരും പറഞ്ഞിട്ടല്ല. അപ്പം ഞാൻ പണിക്ക് നിന്നിരുന്ന വീട്ടിലെ അമ്മച്ചിമാരോടും അവരുടെ നേരിട്ട വീട്ടിലെ അമ്മച്ചിമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കോ പോട്ടയിലേക്കോ പോയി നീ ധ്യാനം കൂടുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതനുസരിച്ചത്. വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അനുസരിക്കില്ലേ, പോവില്ല. അപ്പോൾ ഞാൻ അവിടെ ഡിവൈനിൽ ചെന്നു പറഞ്ഞ് ആരും അവിടെ കണ്ണടയ്ക്കാൻ പറഞ്ഞ ജന്മം പോയി ഞാൻ കണ്ണടയ്ക്കില്ല. അവിടെ കാണിക്കുന്ന ടെക്നിക്ക് മതം മാറ്റുന്ന പരിപാടി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തിട്ട് ടെക്നിക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണ്ണടയ്ക്കില്ല. അതുപോലെ കരിങ്ങാലി വെള്ളമാണ് കുടിക്കാൻ വെച്ചിട്ടുള്ളത്. ആ വെള്ളം ഞാൻ കുടിക്കില്ല. ടോയ്ലറ്റിൽ പോയിട്ട് പൈപ്പ് തുറന്നിട്ട് വെള്ളം കുടിക്കുള്ളൂ. അതിൽ കൈവിഷം ഇട്ടിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം ഞാൻ കുടിക്കില്ല. അത് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ നസ്രാണിയാവും. അതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസത്തിൽ കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരിക്കാനായിട്ട് ഞാൻ നാവ് നീട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു സഹോദരൻ ആ സിസ്റ്റർക്കോട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഭയങ്കര ദേഷ്യമായി. ഇനി അത് കിട്ടിയിട്ട് ഇനി ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള തീരുമാനമായി. അങ്ങനെ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരമൊന്നും ഭക്ഷണം കഴിച്ചില്ല. രാത്രിക്ക് എടുക്കുമ്പോൾ ഒരു തീ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആകെ തീ പിടിച്ച് ചാവുമോ ആകെ. അപ്പോൾ ഞാൻ ഗാർഡൻ്റെ വീട്ടിലൊക്കെ പണിക്ക് നിന്നിട്ടുണ്ട്, വീഡിയോണിൻ്റെ. അപ്പോൾ അടുക്കളയിലേക്ക് ഗ്യാസ് കത്തണത് അവിടെയാണ് കണ്ടിക്കണേ. അപ്പോൾ ഞാൻ വിചാരിക്കണത് ഈ തീ ആകെ കത്തി പിടിക്കുമോ ഇങ്ങനെ കാണുകയാണ്. ആ തീ വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ആ വന്നപ്പോൾ ഇതെന്തത് കഥ. അപ്പോൾ തന്നെ ഒരു TV ഇങ്ങനെ കാണുകയാണ്. TV-യിൽ പനക്കലച്ചൻ നിന്ന് പറയണതാണ് കാണുന്നത്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ TV ഇങ്ങനെ മാഞ്ഞു പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ കർത്താവേ നിൻ്റെ ദാസൻ, നിൻ്റെ ഇഷ്ടം തൊട്ടാണെങ്കിൽ നടത്തിക്കോ അങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ ആ തീ എൻ്റെ തലയിൽ വന്നിരുന്നു. ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ആരതി ഇങ്ങനെ പരതി ഇങ്ങനെ ആ തീ അങ്ങോട്ട് പോയി. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് അപ്പോഴും അറിയില്ല എന്താണ് സംഗതി എന്ന്. പിന്നത്തെ ദിവസം കുർബാനയുടെ ആൾത്താരമേ വെച്ചിരിക്കുന്ന ഈ അരുളിക്കയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിറയ്ക്കണ പോലെ തോന്നുക. അപ്പോൾ ഞാൻ പോലെ ഫാനിൻ്റെ നിഴലാവുമോ എന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഈശോ ഇങ്ങനെ ഒരു ആചാനുഭാഗമായിട്ട് ഒരു ഈശോ ഇങ്ങനെ ഇറങ്ങിയാൽ വന്നു. ഇറങ്ങി വന്നിട്ട് ഓരോരുത്തരുടെ ഇങ്ങനെ തല ഇങ്ങനെ പിടിച്ച് ഈ കാറിൻ്റെ ഡിക്ക് തുറക്കണ പോലെയൊക്കെ തല തുറക്കുക, വയറ് ഇങ്ങനെ പൊളിച്ച് ഓരോന്ന് കാട്ടുക, ഒരു വർക്ക് ഷോപ്പ് പണി പോലെ ഓരോന്ന് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ തോള് തട്ടിയിട്ട് പറഞ്ഞു, നീ പൗലോസ്ലീഗയുടെ വേല ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഈ ഈശോ വന്ന ഈശോ 1000 ഈശോയായി, ഓരോരോ ഈശോകളായിട്ട് അങ്ങനെ മാറി. അപ്പോൾ ആരാധനയുടെ സമാപനത്തിൽ അച്ഛൻ ഓരോ രോഗശാന്തി വിളിച്ച് പറയുമ്പോൾ ഏത് ആളുടെയാണ് തല ഇങ്ങനെ കാണിച്ചത് അങ്ങനെ കാട്ടിയത്, ബ്രസ്റ്റ് സ്ത്രീകളുടെ ഈ വയറിൻ്റെ ഭാഗം, അത് ആരുടെ അടുത്തേക്കൊക്കെ പോയിക്കിട്ടുന്നുണ്ടെങ്കിൽ ആ രോഗം വിളിച്ച് പറയുമ്പോൾ മാറിയത് വിളിച്ചപ്പോൾ ആ വ്യക്തികളാണ് കൈപൊന്തിക്കണത്, എണീറ്റ് നിൽക്കണത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഇതെല്ലാം ഇടപെട്ട് എനിക്ക് ഇങ്ങനെ ക്ലാരിനെറ്റ് ഊതിക്കൊണ്ട് ഈ മെഴുക് പോലെ ലൈറ്റ് കത്തി നിൽക്കണ പോലത്തെ മാലാഖമാർ ഇങ്ങനെ പാറി നടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തൊക്കെ പാടുകയാണ്, ഞാൻ പാട്ട് പാടുകയാണ്. എനിക്ക് ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ പനക്കലച്ചൻ ആശീർവാദത്തിൻ്റെ സമയത്ത് പറയുന്നത് ഞാൻ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് കേൾക്കുകയാണ്. പിതാവിനോട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ലഭിക്കും എന്ന് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കടലത്തെ തിര പോലെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, ആശകൾ. അതൊക്കെ ഞാൻ ചോദിച്ചിട്ട് എന്ന് മേടിച്ച് തീരുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട് പിതാവേ യേശുനാമത്തിൽ,
ഇതുവരെ ഞാൻ അങ്ങയെ അറിഞ്ഞില്ല, അങ്ങേ എൻ്റെ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇപ്പം മുതൽ എൻ്റെ മരണം വരെയും മരണത്തിന് ശേഷവും അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. അങ്ങേ അല്ലാതെ ഞാൻ മറ്റൊരാളെ ആരാധിക്കാൻ പാടില്ല. അതിനുള്ള ദൃഢത എനിക്ക് തരണം, എനിക്ക് തരണം തരണം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ച് തീരുമ്പോൾ എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് കിട്ടിയത് പിന്നീട് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പല ആൾക്കാർ ചോദിച്ചു. കാരണം യേശുവിനെ വിളിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടും ദുഃഖം ദുരിതവും ക്ലേശങ്ങളും മാത്രമായിരുന്നു. യേശുവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെച്ചടി കയറ്റായിരുന്നു. കൈയടിച്ചു. ഈ വെച്ചടി കയറിയത് കുരിശുമലാന്ന് മാത്രം പിടികിട്ടിയ. അപ്പോൾ ഈ വെച്ചടി കുരിശുമ കയറിയപ്പോൾ കുരിശുമെന്ന് പിടിവിട്ടില്ല. കാരണം കുരിശുമ വെറും ബ്ലാങ്ക് കുരിശുമലല്ല ഞാൻ കയറണത്, ഈശോ കിടക്കണ കുരിശുമല കയറണേ. അവിടെ അവനുണ്ട് എന്നുള്ള വിചാരത്തിൽ നമ്മൾ കയറിയാൽ അവൻ്റെ അരിയത്തേക്ക് നമുക്ക് എത്താം. അല്ലാണ്ട് കുരിശുമലാണല്ലോ കയറണമെന്നിട്ട് പിടിവിട്ടാൽ താഴെ വീണ് തണ്ടിലോടിയും. എന്നാൽ നമ്മൾ ആ കുരിശുമനെ പിടിച്ച് കയറി കഴിഞ്ഞാൽ അവൻ നമ്മളതിനെ ആശ്ലേഷിച്ച് ചേർത്ത് വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ മുഴുവനും എനിക്ക് കഷ്ടങ്ങളും ദുഃഖം ദുരിതമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ സഹിച്ച് പിടിച്ചത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഫിലിപ്പി 1:29. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ രണ്ടെണ്ണമുള്ള, മറ്റുള്ളൊന്നും ഇഷ്ടമില്ല എന്നല്ല പറഞ്ഞത്, നടുകഷ്ണം പോലെ ഞാൻ കരുതുന്നത്. അത് ഏശയ്യായുടെ പുസ്തകത്തിൽ പറയണില്ലേ, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണ്. അതാരാ പറഞ്ഞത്? ഞാൻ വിചാരിക്കുന്നത് എത്ര എന്നെ മറ്റുള്ളവരാരും പറയുന്നത് ഞാൻ കരുതണ്ട. എന്നോട് ഈശോ പറഞ്ഞിട്ടുള്ളത് അത്. മറ്റുള്ളവർ എന്നെ പലതും പറഞ്ഞ് തള്ളും, പക്ഷേ എന്നെ കൊള്ളുന്നവൻ പറഞ്ഞ വാക്കാണ്, അത് വെറും തള്ളല്ല. അതുകൊണ്ട് അവിടത്തേക്ക് ഞാൻ ബഹുമാന്യനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണ്. എന്നെ ആരും പ്രശംസിച്ച് പറയണ്ട, ഒന്നും വേണ്ട എനിക്ക്. എൻ്റെ ഈശോ അവിടത്തേക്ക് ഞാൻ ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, വിലപ്പെട്ടവനാണ്. പിന്നെ അങ്ങനെ തുടങ്ങി ഞാൻ സർക്കസിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. സർക്കസിലൊക്കെ പോകുമ്പോൾ പട്ടിണി ദുഃഖം ദുരിതമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് കഞ്ചിക്കോട് ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി സർക്കസായിട്ട്. അവിടെ സർക്കസൊക്കെ തൊലഞ്ഞു, ആകെ 5 പൈസ ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ ഇട വന്നു. അവിടെ വെച്ചിട്ട് റാണി ചേച്ചിയുടെ വീട്ടിൽ, കഞ്ചിക്കോടത്തെ റാണി ചേച്ചിനെ അറിയുമോ? അപ്പോൾ റാണി ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് ഞാനിങ്ങനെ, എന്നെ ഭിക്ഷാക്കാർ കണ്ട എനിക്ക് ഭിക്ഷ തരും, ആ നിലയ്ക്കാണ് എൻ്റെ രൂപം. അപ്പോൾ അന്നത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇലക്ട്രിസിറ്റിക്കാർ കാശ് കൊടുത്ത് മേടിക്കും ട്രാൻസ്ഫോമറിൽ വയ്ക്കാൻ. അതുപോലെയായിരുന്നു എൻ്റെ രൂപമൊക്കെ ഇരുന്നായിരുന്നത്. ദൈവത്തെ അറിഞ്ഞപ്പോൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അത് കറക്റ്റാണ്. എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കരിക്കുരുങ്ങി രസായനത്തിൻ്റെ കുപ്പിയുമ്പോൾ ലാബിൽ വയ്ക്കാം, ഓട്ടിക്കാം. അതേപോലെ ആയിരുന്നായിരുന്നേ. അപ്പോൾ ഈ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴത്തെ മാറ്റങ്ങളാണ്. ഇന്ന് പഴയ ആൾക്കാർ ഇന്ന് എന്നെ കണ്ടിട്ട് അറിയണില്ല. എൻ്റെ നാട്ടുകാർക്ക് പോലും എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മാറി. അതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. എല്ലാവരും നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുമ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് ചൊല്ലാൻ പറ്റണില്ല, ഞാൻ കരയുക. അങ്ങനെ 3 ട്രിപ്പ് ആൾക്കാർ ജവമാല ചൊല്ലി ഏറ്റുപോയി. അപ്പോഴൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട്, അമ്മേ, എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്ന് കഴിയണ തീ അത്ര അധികം ഉണ്ട്. എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ഓരോ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥനയായിട്ട് അമ്മ സ്വീകരിക്കണം. ഇതാണ് അമ്മേ ഞാൻ അമ്മയ്ക്ക് തരുന്ന ജപമാല, അല്ലാണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിയോഗങ്ങൾ എഴുതി വയ്ക്കാൻ കടലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കടലാസ് എടുത്തിട്ട് ഞാൻ നിയോഗങ്ങൾ എഴുതുകയാണ്. പക്ഷേ എഴുതുമ്പോൾ ആ കടലാസിൽ ഞാൻ ഇങ്ങനെ എഴുതിയത്, ഇടനെഞ്ചിലിരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഹല്ലേലൂയ. ഈ പാട്ട് അങ്ങനെ പാട്ട് തോന്നല്ല. പിന്നെ എനിക്ക് കർത്താവ് തന്നത് എന്ന് വെച്ചാൽ പാട്ട് എഴുതുക എന്ന് പറഞ്ഞ് പാടുകയാണ് ചെയ്യുന്നത്. പാടുമ്പോൾ തന്നെ എഴുതുമ്പോൾ തന്നെ ട്യൂണുണ്ട്. അല്ലെ ട്യൂൺ പിന്നീട് ഉണ്ടാക്കണതല്ല.
ഇപ്പോൾ അച്ഛൻ ഇവിടെ നേരത്തെ തൊട്ട് മുമ്പുണ്ടായിരുന്ന അച്ഛൻ വചനം പറഞ്ഞപ്പോൾ എൻ്റെ പഴയൊരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു. ജലത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നെന്ന് അച്ഛൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത്. ഞാൻ മറക്കാണ്ടിരിക്കാൻ വേഗം അപ്പൻ എഴുതി, ജലത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ ചൈതന്യമേ, പെന്തക്കുസ്ത നാളിൽ അപ്പസ്തോലന്മാരിൽ ഇറങ്ങി വന്ന ചൈതന്യമേ, ജോയേൽ പ്രവാചകൻ വഴിയായി അരുൾ ചെയ്ത വാഗ്ദാന മഴയേ, പറന്നിറങ്ങണമേ, പെയ്തിറങ്ങണമേ, അഭിഷേകം നൽകണമേ, അഗ്നി അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതുപോലെ ഡൽഹിയിൽ ഇതേപോലെ മാതാവ് എന്നോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക എന്ന്. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരൻ, നീ ഇടനെഞ്ചിലിരുന്ന് പാട്ട് എഴുതിയ സുരേന്ദ്രനല്ലേ? അതെ. നീ ഡൽഹിയിലേക്ക് ഉണ്ടോ? എന്നിട്ട് ഡൽഹിയിലേക്ക് എന്തിനാ? അവിടെ മന്ത്രിമാരെ കപ്പലോടിപ്പിക്കാനാ? ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ. എന്നിട്ട് അപ്പോൾ അങ്ങനെ ചെന്നു. മഹ്റോളിയിൽ, ഫരീദാബാദിലൊക്കെ ഞാൻ ധ്യാനത്തിന് പോകാറുണ്ട്. അവിടെ നിന്ന് മഹ്റോളി ട്രസ്റ്റ് ഗോഡ് മിനിസ്ട്രിയുടെ ഇതിലാണ്. അപ്പോൾ അവിടെ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ അവിടെ ദീപികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനോടൊക്കെ നിത്യാരാധനയാണ് അവിടെ. അതിലേക്ക് അവിടെ കുറേ കാലം അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. പിന്നെ അതിന് ശേഷം അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പാട്ട് എഴുതി ചണ്ഡീഗഡ് പോയി. അവിടെ വന്നപ്പോൾ റോസാ മിസ്റ്റിക മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അച്ഛന്മാരെ തിരഞ്ഞു നടന്നിട്ട് കാണാനില്ല. അപ്പം ഞാൻ മാതാവിനോട് പറയും, നല്ല മുതലാണ് ഇവിടെ ഉണ്ടായിട്ട് അച്ഛനൊന്ന് വിളിച്ച് കൊണ്ടുവന്നൂടെ ഇങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞു, ഞാനൊരു നാടനാണ്. എനിക്ക് ഈശോയോട് സംസാരിക്കുമ്പോൾ സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊന്നും എനിക്കറിയില്ല. നമ്മളും ഇവിടെ കൂട്ടുകാരന്മാരോടും ഇവിടെ വീട്ടിലും ഇവിടെ അമ്മോടൊക്കെ പറയില്ല. അതേപോലെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒരു ഹിന്ദി കോമ്പോസിഷൻ പുസ്തകം മാതാവ് ഇങ്ങനെ എടുത്ത് കാട്ടി തന്നു. എന്നെ വിളിച്ചിങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ഇതിലെന്നോട് പ്യാര് നദിക്ക് പാനി എന്ന് എഴുതിയിട്ട് ഇതെന്നോട് എഴുതി നിറയ്ക്കാൻ പറഞ്ഞു. ഞാൻ എന്തിട്ട് എഴുതാനാ? പക്ഷേ എനിക്ക് എങ്ങനെ എനിക്കറിയില്ല. എൻ്റെ വിദ്യാഭ്യാസം 9th 4th ഇയറാണ് ഞാൻ. അതായത് 9ൽ 4 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അത് അപ്പോൾ എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഒക്കെ ആകെ 4 കൊല്ലം പഠിച്ച മാർക്ക് കൂട്ടി നോക്കിയാൽ 3 മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ്. അല്ലാണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ടാവും. ഒരു പക്ഷേ അവർക്കൊക്കെ അറിയാം. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടാവും, അവർക്കറിയാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ പ്യാര് നദിക്ക് പാനി എന്നിട്ട് ഓ मेरे मन में मादा मरियम प्यार नदी की पानी है, उसकी मुख से ज्ञान की बातें निकलती हैं. मेरी मादा पवित्र मरियम ईश्वर का दान है, मेरा ईश्वर मेसिया को सबसे अच्छा इनाम है. मेरी माँ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അപ്പോൾ ഒരു തൃശ്ശൂർ തന്നെ ഇവിടെ അടുത്തൊരു ധ്യാന മന്ദിരമാണ്. അവിടെ ധ്യാനം ഇല്ലാത്ത ദിവസമായിരുന്നു. ഞാൻ അവിടെ ചെന്നു. മാതാവിൻ്റെ സ്റ്റാച്ചു ഒരു മേശമ വെച്ചിട്ട് സാരി ഉടുപ്പിച്ച് വെച്ചിക്കുക. അപ്പം നിറച്ച് പൊടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താ ഇത് തമിഴ്ത്തിയുള്ള പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ എന്ന് പറഞ്ഞു. മാതാവിന് ഞാൻ തമിഴ്ത്തിയുള്ള പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പൊടിയൊക്കെ തൂത്തുവാരി അടിച്ചു വരികയാണ്. അങ്ങനെ അടിച്ചു വരുമ്പോൾ ആരോട് ചിരിക്കണു, അങ്ങനെ ചിരി. അപ്പം ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും പെണ്ണുങ്ങൾ എൻ്റെ ഇരുന്ന് കളിയാക്കുക എന്നാ. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയോട്ടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ ആ ചെറിയ രൂപത്തിൽ നമുക്കിങ്ങനെ ഒഴുകി നിൽക്കുക, ഇങ്ങനെ മേഘം പോലെ ഇങ്ങനെ ഒരു വെണ്ണക്കല്ല് പോലെ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന രൂപം ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുക എന്നെ നോക്കിയിട്ട്. അപ്പം ഞാൻ പേടിയായി. ഞാൻ തമിഴ്ത്തിന്ന് വിളിച്ചില്ലേ. അപ്പം ഞാൻ ഒരു സോപ്പിങ് അല്ല, ഞാൻ തമിഴ്ത്തിന്ന് വിളിച്ചോണ്ട് ഇപ്പം എന്താ കുഴപ്പം? വേളാങ്കണ്ണിയമ്മ തമിഴ്ത്തിയല്ലേ അല്ലേ? അതും തമിഴിൻ്റെ രാജാത്തിയല്ലേ? അപ്പം മാതാവ് എന്നോട് അലക്ക് എന്ന് പറയില്ലേ, അതേപോലെ. അപ്പം ഞാൻ പെട്ടെന്ന് പാടുകയാണ്. ആരും അവിടെ ഉണ്ടാവാഞ്ഞ് നന്നായി. എന്നെ കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് വല്ല പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ അവിടുന്ന് ഡാൻസ് കളിക്കുക ചെയ്തായിരുന്നു. അതിങ്ങനെയാണ് ആ പാട്ട്. ராஜாத்தி ராஜாத்தி எங்கம்மா என்றும் ராஜாத்தி, ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜாத்தி. ராஜாத்தி ராஜாத்தி எங்கம்மா என்றும் ராஜாத்தி,
ரோஜாப்பூமாலை போல உள்ளம் சிவந்த ராஜாத்தி குக்கு குருவி லல்லலம் அருவி வாழ்வை வதக்கிற பூங்குருவி வாழ்க்கை கொடுக்கிற தேனருவி. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ എന്തോര ജെറൂസലം ധ്യാന കേന്ദ്രത്തിൻ്റെ വിയ മരിയ അതെഴുതിയത് 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എഴുതിയത്. ഒല്ലൂർ പനംകുറ്റിച്ചിറ പള്ളിയുടെ മേരിമാത പള്ളിയുടെ, പിന്നെ തിരുത്തിപ്പറമ്പ് വടക്കഞ്ചേരി ഫോറോന തിരുത്തിപ്പറമ്പ് പള്ളിയുടെ അവസരപിതാവിൻ്റെ നസ്രാണി അല്ല ഞാൻ. എനിക്കിത് എന്തൊട്ടാന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇമ്പരാക്കളെ മാണ്ടേരെ എന്നൊക്കെ വിളിച്ചേർന്നത് ക്രിസ്ത്യാനികളെന്ന്. കുമ്പളങ്ങാട് പള്ളിയിൽ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോകും. മാമൂസം എങ്കിലും കുർബാനയ്ക്ക് പോകും. കുർബാന സ്വീകരിച്ച് വരുന്നവരെന്നും തൊടും, അവരറിയാണ്ട് തൊടും. അപ്പോൾ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞേ ഈശോട്, ഞാൻ കുർബാന കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങ് വെറുതെ ഗോതമ്പപ്പായിരിക്കുമ്പോഴും അവർക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങ് ഈശോ ആയിട്ട് വരുമ്പോഴും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിത് 2 സമയത്തും പറ്റില്ല. ഞാൻ എത്ര ഇമ്പ്രാക്കന്മാരുടെ വീട്ടിൽ ജോലിക്ക് പണിക്ക് പോയിട്ടുണ്ട്. അവരെ പണപ്പെട്ടി ഇരിക്കുന്നിടത്തേക്ക് ഞാൻ എന്നാൽ വരെ കയറി പോയിട്ടില്ല. പക്ഷെ അവർ ആ പണം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ ഇമ്പ്രാക്കൾ അങ്ങല്ലേ, ശരിയായ ഇമ്പ്രാക്കൾ അങ്ങല്ലേ, അങ്ങേക്ക് എൻ്റെ അടുത്തേക്ക് വന്നൂടെ എൻ്റെ ഇമ്പ്രാക്കളെ എന്ന് വിളിച്ചു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓസ്തി താഴ്ത്ത് വീണ്, ഓസ്തി എന്ന് പറയരുത്, തിരുവോസ്തി താഴ്ത്ത് വീണ് ഉരുണ്ട് വന്ന് എൻ്റെ അടിയത്ത് വന്ന് 2 കാലിൻ്റെ നടുക്കിൽ വന്ന് നിന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ബ്രാക്കള് കണ്ടോ, എൻ്റെ ദൈവമാണ്, എൻ്റെ അപ്പനാണ്. എൻ്റെ ഹൃദയത്തെ വിചാരത്തെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ എൻ്റെ അപ്പൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അപ്പൻ എൻ്റെ നാഥനാണ്, രക്ഷകനാണ്, കർഷകനാണെന്ന് പറഞ്ഞാൽ മതിയോ? മനസമ്മതം കഴിഞ്ഞിട്ട് കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? യേശുവിൻ്റെ നാഥനാണ്, രക്ഷകനാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു, അതൊരു മനസമ്മതം. പിന്നെ കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ കെട്ട് കല്യാണം നടത്തി, അതാണ് മാമോദീസ. അവനുമായിട്ട് ഐക്യപ്പെട്ടു, ആ പാണിഗ്രഹണം നടത്തി, മന്ത്രകോടി ഇട്ടു, അവനെ ധരിച്ചിരിക്കുന്നു അല്ലേ? സ്നാനം സ്വീകരിക്കുന്നവർ അവനെ ധരിച്ചിരിക്കുന്നു. ആ മന്ത്രകോടി എനിക്ക് കിട്ടി. ഇനി അങ്ങനെ മന്ത്രകോടി കിട്ടിയാൽ മതിയോ? ഭാര്യ ഭർത്താവ് ഒന്നായി ചേരണ്ടേ, ഒരു ശരീരമുണ്ടേ. അതാണ് കുർബാന സ്വീകരണം. അങ്ങനെയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ആരും കാണിക്കണോ പറയണ കണ്ടിട്ടല്ല. എന്താണ് വിശുദ്ധ കുർബാന എന്നും കത്തോലിക്ക സഭ എന്നും മനസ്സിലാക്കി തന്നത് കൊണ്ടാണ് ഞാനത് ചേർന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? ആൾക്കാരെല്ലാവരും എന്നോട് ചോദിച്ചു, യേശുവിനെ വിളിക്കാൻ നടന്നിട്ട് എന്തുട്ടാ കിട്ടിയേ? വീട് കിട്ടിയാ? ഇല്ല. ജോലി കിട്ടിയാ? ഇല്ല. കാറ് കിട്ടിയാ? ഇല്ല. ആട് മാട് പശു തൊഴുത്ത് വല്ലതും കിട്ടിയാ? ഇല്ല. പിന്നെ എന്തുട്ട കിട്ടിയ? ഈശോയെ പിടികിട്ടി. എനിക്കെൻ്റെ ഈശോയെ പിടികിട്ടി. അതാരാന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ ദൈവമാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതാണ് യേശുനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ദൈവത്തെ മറന്നിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ശാലോമലും ഇവിടെ കാലയന്താനി ബ്രദറില്ലേ, ബേബിജോൺ കാലയന്താനി ബ്രദർ, ആ ബ്രദറുമായിട്ട് ഒരു സ്നേഹതാരകം എന്ന് പറഞ്ഞ ആൽബം 5 പാട്ട് അദ്ദേഹത്തിൻ്റെ 5 പാട്ട് എൻ്റെ ഇറക്കി. പിന്നെ ശാലോമിലെ കാർമൽ ഗീതങ്ങൾ എന്നുള്ള പരിപാടി 2 എപ്പിസോഡ് ഉണ്ട്. പിന്നെ എൻ്റെ നല്ല അമ്മ 2 എപ്പിസോഡ്. എന്തിനധികം പറയണു? ബോധം ഉണ്ടെങ്കിൽ ബോധം കെടാർന്നു. എൻ്റെ ഞങ്ങൾക്ക് കല്യാണം കെട്ടിച്ച് തന്നത് ഇവിടെ പനക്കലച്ഛനാണ് ഞങ്ങൾക്ക് കല്യാണം കെട്ടിച്ച് തന്നത്. എനിക്ക് ഞാൻ അത് പറഞ്ഞു, ബോധം ഉണ്ടെങ്കിൽ ബോധം കെടാർന്നു. ഞാൻ എന്തെന്ന് ചിന്തിക്കണം. ഞങ്ങൾക്കൊക്കെ, എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അച്ഛനെ എങ്ങനെ അകലെന്ന് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ നടക്കണേ. ആ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുക അത്ഭുതമാണ്. ഞാൻ ഇന്ന് ഈ ഇവിടെ ആൾക്കാരിൽ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ആധിക്യം എത്ര വലുതാണെന്ന് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്നറിയില്ല. എനിക്ക് ഒരു പ്രാർത്ഥനാ ശൈലിയിൽ പറയാൻ എനിക്ക് അങ്ങനെ പറയാറില്ല. ഞാൻ ഒരു നാടനാണ്, ആ നാടൻ ശൈലിയിലാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ പോട്ടയിൽ പണ്ട് ഒരു കുറേ കൊല്ലം മുമ്പ് ദേശീയ കൺവെൻഷനിൽ, അന്ന് ഇവിടെ ബിജു കൂനച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് എന്നോട് മാതാവ് പറഞ്ഞു, നീ പോട്ടയിലേക്ക് വരാൻ, ഡിവൈനിലേക്ക് ഞാൻ പോവാറ്, പോട്ടയിലേക്ക് വരാറില്ല. പോട്ടയിലേക്ക് മാതാവ് വരാൻ പറഞ്ഞു. അവിടെ നിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന സഹോദരിയുടെ അടുത്തേക്ക് ചെന്ന് കൗൺസിലിങ്ങിന് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കൗൺസിലിങ്ങിന് ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ മുഖത്തായിട്ട്
ഇങ്ങനെ ഇരിക്കണ. അപ്പം ഞാൻ അങ്ങടെ ചെന്നു. അപ്പോൾ എന്താ, ആ സഹോദരി ചിരിച്ചതല്ല, ആ സഹോദരിയുടെ മുഖം അങ്ങനെയാ, എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ വിമല എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പറഞ്ഞു, ആ സഹോദരി ഇങ്ങനെ എന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടനെഞ്ചിലിരുന്ന പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ബിജു അച്ഛനായിട്ട് ഇതായി. ഇത് രണ്ടാമത്തെ ദിവസത്തിലായിരുന്നു. ആദ്യത്തെ ദിവസമാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് അന്ന് വേറെ ധ്യാനം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ വന്നത്. ഇന്ന് കാലങ്ങൾക്ക് ശേഷം ഇവിടെ വരാനും ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ, എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്നെ വിളിച്ച് എന്നെ എല്ലാം നടക്കേണ്ട വഴി കൈപ്പിടിച്ച് നടത്തുന്ന ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ 4 വരിയും കൂടി പാടി അവസാനിപ്പിക്കുകയാണ്. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല.